വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ജിയോഗ്രഫിക് ഫ്യൂച്ചേഴ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അതുപോലെ തന്നെ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഐലൻഡ് ഓഫ് അയർലൻഡ്. ഇനി ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഇനി ബ്രിട്ടൻ്റെ വേൾഡിലേക്കുള്ള ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വേൾഡിലേക്കുള്ള ബ്രിട്ടൻ്റെ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. രാഷ്ട്രീയപരമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ദ്വീപുകൾ എന്നുള്ളത് രണ്ട് കൺട്രീസ് ആയിട്ടാണ്, രണ്ട് രാജ്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രണ്ട് രാജ്യങ്ങളുടെ പേര് എന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. ഇനി ഈ ഒരു അയർലൻഡ് എന്നുള്ളത് അറിയപ്പെടുന്നുള്ളത് എമറാൾഡ് ഐലൻഡ് എന്നാണ്. കാരണം അതിൻ്റെ റെയിൻഫാൾ, ഹെവി റെയിൻഫാൾ കാരണമായിട്ട് ഈ ഒരു അയർലൻഡിന് ഗ്രീൻ അപ്പിയറൻസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അയർലൻഡ് അറിയപ്പെടുന്നുള്ളത് എമറാൾഡ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നുള്ളത്. ബ്രിട്ടീഷ് ദ്വീപുകളിൽ തന്നെ ഹയസ്റ്റ് പോപ്പുലേഷനാണ് ഇംഗ്ലണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ലണ്ടൻ എന്നുള്ളത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഫിനാൻഷ്യൽ സെൻറ്റർ ആണ് ഈ ഒരു ലണ്ടൻ എന്നുള്ളത്. അതുപോലെ തന്നെ സദേൺ ഇംഗ്ലണ്ടിലെ ഹിസ്റ്റോറിക് അതുപോലെ തന്നെ കൾച്ചറൽ സെൻറ്റേഴ്സ് ആയിരക്കണക്കിന് ആൾക്കാർ ടൂറിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോർത്തേൺ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നോർത്തേൺ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 18-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലാണ്. ഈ ഒരു ഏരിയ എന്നുള്ളത് സമൃദ്ധമാണ് റിച്ച് മിനറൽസ് കൊണ്ടും അതുപോലെ തന്നെ റിസോഴ്സസ് കാരണമായിട്ട്. ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റിച്ച് മിനറൽസും റിസോഴ്സസുമായിട്ട് ഈ ഒരു ഏരിയ എന്നുള്ളത് സമൃദ്ധമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൗത്ത് വെയിൽസ് എന്നുള്ളത് വൺ ഓഫ് ദ മേജർ കോൾ മൈനിങ് ആൻഡ് ഹെവി ഇൻഡസ്ട്രിയൽ ഏരിയ. ഈ ഒരു പ്രദേശം എന്നുള്ളത് പ്രശംസിക്കപ്പെടുന്നുണ്ട് ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കാരണം. ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അയൺ, സ്റ്റീൽ, കോൾ മൈനിങ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഈ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കാരണമായിട്ടാണ് ഈ ഒരു റീജിയൻ എന്ത് ചെയ്യുന്നുള്ളത്, പ്രശംസിക്കപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്നുള്ളത്, ഈ ഒരു സൗത്ത് വെയിൽസ് എന്നുള്ളത് എന്താണ്, വൺസ് എ മേജർ കോൾ മൈനിങ് അതുപോലെ തന്നെ ഹെവി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇനി നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ലീഡ്സ്, അതുപോലെ തന്നെ ബ്രാഡ്ഫോർഡ്. ഇതൊക്കെയാണ് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്കോട്ട്ലൻഡ് എന്നുള്ളത് വെസ്റ്റേൺ യൂറോപ്പിലെ ലോവസ്റ്റ് പോപ്പുലേഷനുള്ള സ്ഥലമാണ് സ്കോട്ട്ലൻഡ് എന്നുള്ളത്. അതിൻ്റെ ഈസ്റ്റേൺ സൈഡ് എന്നുള്ളത് വെസ്റ്റിനേക്കാൾ ഡ്രയർ ക്ലൈമറ്റാണ്. ഈ ഒരു ഡ്രയർ ക്ലൈമറ്റ് എന്തിന് സ്യൂറ്റബിളാണ്? സീരിയൽ ക്രോപ്സും വെജിറ്റബിൾസും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രയർ ക്ലൈമറ്റ് സ്യൂറ്റബിളാണ്. സീരിയൽ ക്രോപ്സ് എന്നുള്ളത് ധാന്യവിളകളും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഗ്രോ ചെയ്യാനുള്ള സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഈ ഒരു സ്കോട്ട്ലൻഡിലുള്ളത്, സ്കോട്ട്ലൻഡിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ളത്. നോർത്തേൺ അയർലൻഡ്. ഈ ഒരു നോർത്തേൺ അയർലൻഡിൻ്റെ ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ ഐലൻഡ് എന്നുള്ളത് ഒരുപാട് ജനങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇനി വെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ വേസ് ഓഫ് ലൈഫാണ് അവിടെയുള്ളത്. ഫാമിംഗ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈഫാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മഴ പെയ്യുക എന്നുള്ളത് സമൃദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ. ഈ ഒരു മഴ പെയ്യുന്നത് കാരണമായിട്ട് തന്നെ ഒരുപാട് ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് തന്നെ ഈ ഒരു അയർലൻഡിന് വരുന്നുള്ള പേരാണ് എമറാൾഡ് ഐലൻഡ് എന്നുള്ളത്. ഇങ്ങനെയാണ് ആ ഒരു സ്ഥലത്തെ എന്ത് പറയുന്നുള്ളത്, അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഇനിയുള്ള എല്ലാ ടോപ്പിക്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് അബൌട്ട് BA English classes.